കേരളത്തിലെ ജനങ്ങൾ മുഴുപട്ടിണിയിൽ. അമിതമായ വിലക്കയറ്റം, പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇരന്നു മേടിക്കേണ്ട അവസ്ഥ. കേരളത്തിലെ നിലവിലെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും പിണറായിക്ക് ക്ലിഫ് ഹൗസിൽ വെള്ളം എത്തിയില്ലെങ്കിൽ സർക്കാർ കടം വാങ്ങിയാണെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണും. 42 ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിന് പിന്നാലെ ഇപ്പോഴത്തെ ക്ലിഫ് ഹൗസിലെ വെള്ളത്തിന് പവർ പോരെന്ന കണ്ടെത്തലിനെ തുടർന്ന് 5.92 ലക്ഷത്തിന്റെ വാട്ടർ ടാങ്കും നിർമ്മിക്കാനൊരുങ്ങുന്നു. കഴിഞ്ഞ 7.5 കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ താമസിച്ചു വരികയാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് ഇത്രയും കാലം ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത. ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവിട്ടത് കോടികളാണ്. ചുറ്റുമതിൽ നിർമ്മാണവും തൊഴുത്തുപണിയും അടക്കം ഇതിൽ ഉൾപ്പെടും. നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്ത് നിർമ്മാണമടക്കം ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. പരിശോധനയ്ക്കിടെ വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായാണ് പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് തീരുമാനമായി. മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ്. കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ലിഫ്റ്റിന് 25 ലക്ഷം, കാലിത്തൊഴുത്തിന് 42.50 ലക്ഷം, ചാണകക്കുഴിക്ക് 3.72 ലക്ഷം, ടോയ്ലറ്റിന് 3.79 ലക്ഷം, സുരക്ഷ കൂട്ടാൻ 39.54 ലക്ഷം, ടാറിങ്ങിന് 1.55 ലക്ഷം, CCTVക്ക് 15.89 ലക്ഷം, മഴക്കാല വൃത്തിയാക്കലിന് 1.69 ലക്ഷം, ജനറേറ്ററിന് 6 ലക്ഷം, ബാരക്കിന്റെ പണിക്ക് 72.46 ലക്ഷം, മരച്ചില്ല മുറിച്ചതിന് 1.77 ലക്ഷം, ഗാർഡുമാരുടെ അലമാരയ്ക്ക് 1.39 ലക്ഷം, ഇന്റീരിയർ വർക്കിങ്ങിന് 3.50 ലക്ഷം, നടപ്പാതയ്ക്ക് 13.62 ലക്ഷം, കർട്ടന് മാത്രം 7 ലക്ഷം, പെയിന്റിങ്ങിന് 10.70 ലക്ഷം. ഇങ്ങനെയാണ് അടുത്ത കാലത്തായി ക്ലിഫ് ഹൗസിൽ നടന്ന അറ്റകുറ്റപ്പണികളുടെ പട്ടിക നീളുന്നത്. അതേസമയം കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുമ്പോഴുള്ള മറുവാദം. കാലപ്പഴക്കം ചെന്ന കെട്ടിടം എന്ന് മറുവാദം ഉയർത്തുമ്പോഴും വെള്ളത്തിന് പവറില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥയിലും സ്വന്തം ജീവിതം പച്ചപിടിപ്പിക്കാൻ മുഖ്യന് എങ്ങനെ തോന്നുന്നു എന്നതാണ് സാധാരണക്കാരിൽ നിന്നും ഉയരുന്ന ചോദ്യം. സർക്കാർ കടത്തിൽ മുങ്ങിത്താഴുകയാണെന്ന വാർത്തകൾ ഒരു വശത്തുകൂടി ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് മുഖ്യന് ക്ലിഫ് ഹൗസിൽ ലഭിക്കുന്ന വെള്ളത്തിന് പവറില്ല എന്ന നിസ്സാര കാരണത്തിന് ലക്ഷങ്ങൾ ചിലവാക്കുന്നത്.